ക്ഷയിച്ചാലുമേ വേഗം വരും നാഥൻ. ദേഹം പുതുതാക്കിടാൻ വേഗം വരും നാഥൻ. ദേഹം പുതുതാക്കിടാൻ ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ചാൽ ശോകമെൻ. നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രൂശ് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. ക്രൂശ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന എന്താണ്? പള്ളികളുടെ മുകളിലൊക്കെ വെച്ചിരിക്കുന്ന കുരിശുകളാണ്, പള്ളിക്കുള്ളിൽ വെച്ചിരിക്കുന്ന കുരിശുകളാണ്, അതാണ് രക്ഷ ചെയ്യുന്നത് പലരും വിശ്വസിക്കുന്നുണ്ട് കാലങ്ങളിലൊക്കെ. പക്ഷെ ഒരിക്കലും ആ കുരിശാണോ രക്ഷ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കുരിശിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട്, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ എനിക്ക് ഉത്തരം പറയുന്നില്ല. രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനമില്ല. ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവന് നീ പരിശുദ്ധനാവുന്നതിന് ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിക്കുകയും അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ച് രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ച് ലജ്ജിച്ചു പോയിരുന്നില്ല. ഞാനോ മനുഷ്യനില്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതനും തന്നെ. എന്നെ പരിഹസിക്കുന്നവരൊക്കെ എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അതരം മലർത്തി തല കുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏകദേശം ചില കാര്യങ്ങളൊക്കെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് പറയുന്നത്. അത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് നിരാശയിലാകുമ്പോൾ ദൈവത്തോട് പരാതി പറയുകയാണ്, അല്ലെങ്കിൽ തൻ്റെ കഷ്ട നിമിഷങ്ങളിൽ താൻ എന്ത് ചെയ്യാണ്? പരാതി പറയുകയാണ്. അപ്പൊ പ്രധാനമായും ആ കഷ്ടം എന്താണ്? ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കഷ്ടമെന്നാണ്. കഷ്ടത്തിനാണ് ക്രൂശ് എന്ന വാക്ക് ദൈവവചനത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അഥവാ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചെന്നാണ്, കഷ്ടം സഹിച്ചു മരിച്ചതിനെയാണ് അത് കാണിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ക്രൂശ് എന്ന് പറയുന്ന വാക്ക്. അപ്പൊ കഷ്ടതയിലല്ല നമുക്ക് രക്ഷ. പല ആളുകളും ക്രൂശിലാണ് രക്ഷ എന്ന് പറയുന്നത്. കഷ്ടതയിലാണോ നമുക്ക് രക്ഷ? അല്ല. കർത്താവ് യേശു ക്രിസ്തുവിലല്ലേ നമുക്ക് രക്ഷ. ക്രൂശിലാണോ രക്ഷ? ഒരിക്കലുമല്ല. ആരോടും മണ്ടത്തരം വിളിച്ചു പറയുന്നത് ക്രൂശിലാണ് രക്ഷയെന്ന്. യേശു ക്രിസ്തുവിലല്ലാതെ വേറെ രക്ഷയില്ല. അപ്പോസ്തലന്മാർ പോലും വിളിച്ചു പറയുന്നത് എന്താണ്? മറ്റൊരുത്തനിലും രക്ഷയില്ല. നമുക്ക് രക്ഷപ്പെടുവാൻ ഒരു നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോ നമ്മൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 27-22 നമ്മൾ വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം, 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു എന്നാണ്. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. ക്രൂശിക്കുക എന്ന് പറയാൻ കഷ്ടതയാണ് കാണിക്കുന്നത്. അവന് കഷ്ടം വരുത്തുക എന്നുള്ളതാണ് ക്രൂശീകരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ ചെയ്ത ദോഷം എന്തെന്ന് അവനോട് ചോദിച്ചു. അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം കർത്താവിനെ നോക്കി ഒരു ക്രൂശിക്കണം എന്ന് പറഞ്ഞത്? ഭൂമിയിലിരുന്നപ്പോൾ എന്താണ് ന്യായപ്രമാണ വിരുദ്ധമായി സംസാരിച്ചു എന്ന് ശാസ്ത്രിമാരും അതുപോലെ തന്നെ അവിടുത്തെ പ്രമാണികളും ഒക്കെ പറയുന്നു അല്ലെ. അങ്ങനെയായിരുന്നു കർത്താവിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവൻ
ദൈവത്തിന് തുല്യനാകുവാനായി ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളായിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന പരാതികൾ എന്ന് പറയുന്നത്. അവൻ ബേൽബസൂലിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഭൂതങ്ങളുടെ തലവനായ ബേൽബസൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നൊക്കെയായിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന പല പരാതികൾ. അതുകൊണ്ട് തന്നെ എന്താണ്? ഇന്ന് ക്രൂശിക്കണം. പക്ഷെ കർത്താവ് വന്നത് എന്താണ്? താൻ കഷ്ടം അനുഭവിച്ച് മരിക്കുവാനായിട്ട് വന്നതാണ്. അതുകൊണ്ടാണ് ക്രൂശീകരണം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലാതെ കുരിശാണ് എന്നുള്ളതല്ല. അപ്പം മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 14:27 നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 14:27, തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പൊ എന്താണ് ഈ കുരിശ്? അതായത് ഈ കുരിശ് എന്ന് പറയുമ്പോൾ കർത്താവ്, നമ്മളെല്ലാം വിചാരിക്കുന്നത് എന്താണ്? കർത്താവ് തൂങ്ങിയ കുരിശെടുത്തുകൊണ്ട് നടക്കുന്നവനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെ? കർത്താവ് തൂങ്ങിയ കുരിശെടുത്തുകൊണ്ട് നടക്കുന്നവനാണ് ഇവിടെ എല്ലാവരും, അങ്ങനെയാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. വളരെ തെറ്റായ ഒരു പ്രസ്താവനയാണ്, ഒരു ചിന്താഗതിയാണ്. അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ താൻ അനുഭവിച്ച കഷ്ടങ്ങൾ, അല്ലെങ്കിൽ താൻ പറയുന്നത് അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ട ഗുണഗണങ്ങൾ ഉള്ളവൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശിഷ്യനാകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ എന്താ പറയുക, കുരിശെടുത്ത് നടന്നാലൊന്നും എന്താകത്തില്ല? ശിഷ്യനാകത്തില്ല. അതായത് കർത്താവിന്റെ ക്രൂശെടുത്തെന്ന് പറയുമ്പോൾ ആ ക്രൂശല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മരക്കുരിശോ തടിക്കുരിശോ എടുത്തുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഷ്ടത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? നിന്ന സഹിക്കേണ്ടി വന്നാൽ നിന്ന സഹിക്കണം, കഷ്ടം സഹിക്കേണ്ടി വന്നാൽ കഷ്ടം സഹിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ആ വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്ത് മറന്നു പോകരുത്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 3:14 രേഖപ്പെടുത്തിയിരിക്കുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ, അതായത് കഷ്ടതയോടെയുള്ള മരണത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഈ പറയുന്നത് പോലെ കുരിശിനെ ഉയർത്തണമെന്ന് പറയുമ്പോൾ തടിക്കുരിശെടുത്തുനിന്ന് മരക്കുരിശ് ഉയർത്തുന്ന കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. തെറ്റായ ഒരു ചിന്താഗതി മാത്രമാണ് എന്നുള്ള കാര്യം ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. ആരിൽ വിശ്വസിക്കുന്നത്? ക്രൂശിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണോ? അല്ല, അവനിൽ വിശ്വസിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ആരെ സ്നേഹിച്ചു? ലോകത്തെ സ്നേഹിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അവനിൽ വിശ്വസിക്കുന്നവൻ, അല്ല കുരിശിൽ വിശ്വസിക്കുന്നുണ്ടോ? തടിക്കുരിശിലും മരക്കുരിശിലും വിശ്വസിക്കുന്ന കാര്യമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം എന്ത് ചെയ്തു? ലോകത്തെ സ്നേഹിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 1 കൊരിന്ത്യർ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 1-ന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1-ന്റെ 17-ഉം 18-ഉം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, സ്നാനം കഴിപ്പാനല്ലാതെ സുവിശേഷം അറിയിക്കുവാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമായിരിക്കേണ്ടതിന് വാക്ക് ചാരിത്യത്തോടെ അല്ലതാനും. 18-ാമത്തെ വാക്യത്തിൽ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ 17-ഉം 18-ഉം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രൂശിന്റെ വചനം, അതായത് കർത്താവ് നമ്മളെ വീണ്ടെടുക്കുകയായിരുന്നു ക്രൂശിലൂടെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്. ആ പ്രവൃത്തിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോഴാണ് അത് എന്താണ് അതിൽ വിശ്വസിക്കാത്തവർക്ക് എന്താണ്? അത് പോഷത്വമാണ്.
അത് വിശ്വസിക്കാത്തത്, കർത്താവ് ചെയ്ത പ്രവൃത്തി വിശ്വസിക്കാത്തത്, നമ്മൾക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തതെന്ന് നമ്മൾ വിശ്വസിക്കാതെ വരുമ്പോൾ അത് നമുക്ക് എന്താണ്, അത് പോഷത്വമായിട്ട് സംഭവിക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർക്കോ അത് രക്ഷിക്കപ്പെടുന്ന നമുക്ക് എന്താണ്, ദൈവശക്തിയായിട്ട് മാറുകയാണ്. അതായത് രക്ഷിക്കപ്പെടുന്നവർക്ക് എന്താണ്, അത് വിശ്വസിച്ച് അതുമൂലം രക്ഷപ്പെടുന്നവർക്ക്, ആ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്, ദൈവശക്തിയായിട്ട് അത് മാറും എന്നുള്ള കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കുരിശിന്റെ കാര്യമല്ല, മലക്കുരിശിന്റെ കാര്യമോ തടി കുരിശിന്റെ കാര്യമോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. പല ആളുകളും ചിന്തിച്ചു ചെയ്യുന്ന തടി കുരിശിന്റെ കാര്യമാണ്. തടി കുരിശിലാണ് രക്ഷയിരിക്കുന്ന, കുരിശിനെ ഉയർത്തണമെന്നൊക്കെ പറയുന്നത്. ഇതിനെയല്ല ഉയർത്തേണ്ടത്, യേശു ക്രിസ്തുവിനെയാണ് ഉയർത്തേണ്ടത്, അവന്റെ നാമത്തെയാണ് ഉയർത്തേണ്ടതെന്ന് ഒരിക്കൽ കൂടി വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അവിടെ എഴുതിയാണ്, സ്നാനം കഴിപ്പവനല്ല സുവിശേഷം അറിയിപ്പാൻ അത്ര ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്രതമാകാതിരിക്കേണ്ടതിന് വാക്യജാതത്തോടെ അല്ലതാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശ്, അതായത് ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് കഷ്ടം അനുഭവിച്ച് മരിച്ചതിനെ കുറിച്ചാണ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇനി ഗലാത്യരുടെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യർ 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലന്റെ പഴയ മനുഷ്യനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും രക്ഷയിലേക്ക് വരുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ എന്ത് ചെയ്തേക്കാണ്, കർത്താവിന്റെ ക്രൂശിൽ എന്ത് ചെയ്യാണ്, ക്രൂശിച്ചിരിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്, ഞാനോ സഹോദരന്മാരെ എപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനി ഉപദ്രവം സഹിക്കുന്നു എന്താ, അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിന്റെ ക്രൂശിന് പ്രാധാന്യം കൊടുക്കുന്നത്, അതാണ് എന്തിനു വേണ്ടിയാണ് കർത്താവ് കഷ്ടം സഹിച്ചത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അപ്പോസ്തലനോട് പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിച്ഛേദന, അതായത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം പരിച്ഛേദന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പ്രസംഗിക്കാതെ ഞാൻ എന്തിനാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത്, എന്തുകൊണ്ടാണ്, അത് രക്ഷയ്ക്കുതകുന്നതാണ്. അതിലൂടെ അല്ലാതെ വേറെ ആരും എന്ത് ചെയ്യുന്നില്ല, രക്ഷപ്പെടുന്നില്ല. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും രക്ഷപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് അപ്പോസ്തലന് പറയാനുള്ളത്. 24-ാമത്തെ വാക്യത്തിൽ ക്രിസ്തേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പിന്നീട് വീണ്ടും പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നു, എങ്ങനെയാണ് ക്രിസ്തേശുവിലുള്ളവർ എങ്ങനെയാണ് ജഡത്തെ എന്ത് ചെയ്തേക്കുന്നു, അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യവും വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ അതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു, നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ 6:14 വായിക്കുമ്പോൾ 6:14 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എനിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അപ്പൊ എന്താണ്, എനിക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ വിശ്വസിക്കാൻ ഇടവരരുത്. അപ്പൊ ഇവിടെ പറയുന്നത് മരക്കുരിശാണോ, അല്ല, യേശു ക്രിസ്തുവിന്റെ കഷ്ടതയെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കുരിശിനെ കുറിച്ചല്ല. അത് വളരെ വ്യക്തമായിട്ട് ആ വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിന്റെ കഷ്ടതയിലല്ലാതെ എന്ത് ചെയ്ത് വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് വേണ്ടിയാണ് അവൻ 33 തിരുവെഴുത്തിലെ രക്തം മുഴുവൻ തന്നത് എന്നുള്ള കാര്യമാണ് അപ്പോസ്തലന് അവിടെ പറയുവാനുള്ളത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കൊലോസ്യരുടെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്, ക്രൂശിൽ നടന്ന പ്രക്രിയയെ കുറിച്ചാണ് അവിടെ വളരെ വ്യക്തമായിട്ടിരിക്കുന്നത്. അല്ലാതെ മരക്കുരിശല്ല.
യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? അതിക്രമങ്ങളൊക്കെ എന്ത് ചെയ്തു? നമ്മോട് ക്ഷണിച്ചത് കൂടാതെ എന്താണ്? നമുക്ക് വിരോധമായിട്ടും പ്രതികൂലമായിട്ടും നിന്ന് കൈയെഴുത്ത് മായ്ച്ചെന്ത് ചെയ്തു? ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്നുള്ള കാര്യമാണ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ മരക്കുരിശിൽ വിശ്വസിക്കുന്ന കാര്യമല്ല. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചാണ് ഈ ക്രൂശ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.